നല്ല കറുത്ത മുടിയാണ്, തലമുടി നന്നായി കറുത്ത തലമുടിയാണ്. അങ്ങനെ വന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കും അയാളെ പരിചയമില്ല. അദ്ദേഹത്തിന്റെ മേൽ യാത്ര ചെയ്ത അടയാളവും കാണാനില്ല. കുറെ ദൂരെ നിന്ന് വരുന്ന ആളാണെങ്കിൽ യാത്ര ചെയ്ത അടയാളങ്ങളാകും. വസ്ത്രമൊക്കെ ചുരുങ്ങിയിട്ടുണ്ടാകും, മുടിയൊക്കെ പാറി പറന്നിട്ടുണ്ടാകും. അങ്ങനൊന്നുമില്ല, നല്ല തൂവെള്ള വസ്ത്രം, നല്ല കറുത്ത മുടി. എന്നാൽ അടുത്തുനിന്ന് വന്നതിന് വരുന്ന ആളാണെങ്കിൽ ഞങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയം വേണ്ട, ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും പരിചയമില്ല. അങ്ങനെ ഒരു അപരിചിതനായ ഒരു മനുഷ്യൻ ഒരു പ്രത്യേക രൂപത്തിൽ വന്നിട്ട് ഞങ്ങളുടെ സദസ്സിന്റെ ഉള്ളിലേക്കുള്ള കയറി വന്ന് നബി ഇരിക്കണതിന്റെ അടുത്ത് വന്നു നബിയുടെ മുന്നിൽ വന്നിരുന്നു. അയാളുടെ രണ്ട് കാൽമുട്ടുകൾ നബി തങ്ങളുടെ രണ്ട് കാൽമുട്ടുകളിലേക്ക് ചേർത്തി വെച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ അയാളുടെ രണ്ട് കൈകൾ അയാളുടെ രണ്ട് കാലിന്റെ തൊടന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വളരെ ഭക്തിയോടുകൂടെ ഭവ്യതയോടുകൂടെ നബിന്റെ മുന്നിൽ വന്നിരുന്നു. എന്നിട്ട് അയാൾ നബിയോട് ചോദിക്കുകയാണ്. അയാൾ നബിയോട് ചോദിച്ചു, എന്താണ് ഇസ്ലാം? മുഹമ്മദേ, എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. അപ്പൊ സഹാബികൾ തടിച്ചുകൂടിയിരിക്കുന്നു. ഇങ്ങനെ അകത്തിരിക്കണം. പരിചയമില്ലാത്ത ഒരാള് വരുമ്പോ നബി എന്തിനെ ആക്രമിക്കോ ഉപദ്രവിക്കോ, എന്താണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്നൊന്നും അറിയാതെ ഞങ്ങൾ ബേജാറായിട്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പോഴാണ് അയാൾ ചോദിച്ചത്, എന്താണ് ഇസ്ലാം? അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇസ്ലാം ഇസ്ലാം കാര്യം അഞ്ചെണ്ണം പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, ഷഹാദത്ത് കലിമയിൽ വിശ്വസിക്കുക, 5 നേരത്തെ നിസ്കാരം നിലനിർത്തുക, റമദാനിലെ നോമ്പെടുക്കുക, ഹജ്ജ് ചെയ്യുക, സക്കാത്ത്. ഈ 5 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞപ്പോൾ അയാൾ തിരിച്ചു പറയും, മുഹമ്മദേ, സത്യമാണ് ഈ പറഞ്ഞത്. അപ്പോ പ്രവർത്തനങ്ങൾ പറയുന്നത് വല്ലാതെ അത്ഭുതപ്പെടും. അയാൾ അറിയാത്ത ഒരാൾ വന്ന് ചോദിക്കുക, അതിന് ആരോടാ ചോദിക്കുന്നത്? നിങ്ങളോടാ ചോദിക്കുന്നത്. അറിയുന്ന ആളെന്നെയാണെങ്കിൽ പോലും നബിയേക്കാൾ അറിവാണ് ലോകത്തില്ലല്ലോ. നബി പറഞ്ഞെടുത്താൽ അത് ശരിയാണെന്ന് പറഞ്ഞ് ശരിയിട്ടുകൊടുക്കാൻ ഇയാളാരാണ്? ഞങ്ങളാകെ അത്ഭുതപ്പെടും. അങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടാമത്തെ ചോദ്യം, എന്നാൽ ഈമാനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരൂ. എന്താ ഈമാൻ? അപ്പൊ റസൂലുള്ളാഹി തആല പറയുന്നത്, ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ والخير قدره والقدر خيره وشره من الله تعالى. ഈമാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഈമാൻ കാര്യങ്ങൾ പറയുന്നത് അല്ലാഹുവിൽ വിശ്വസിക്കുക, അല്ലാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കുക, മലായികത്തിൽ വിശ്വസിക്കുക, മുർസലീങ്ങളിൽ വിശ്വസിക്കുക, അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കുക, ഖദർ കൊണ്ട് വിശ്വസിക്കുക. ഇതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. അപ്പോഴും അയാൾ പറഞ്ഞു, മുഹമ്മദേ, ശരിയാണല്ലോ. ഞങ്ങളുടെ വിസ്മയം ഇങ്ങനെ വർദ്ധിച്ചു വന്നു വർദ്ധകൾ പറയും. അപ്പൊ അയാൾ മൂന്നാമെന്ന് ചോദിച്ചു, എന്നാൽ എന്താണ് കുറിച്ച് പറഞ്ഞു. അതായത് ഒരു മനുഷ്യൻ നല്ലവനാവുക, ഏത് സ്വഭാവക്കാരനാണ് നല്ലവനാവുക, ഒരാൾ നല്ലവനാണ് അല്ലാഹ് സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോഴാണ് ഞാൻ ചോദിച്ചു. അപ്പോ റസൂലുള്ളാഹി മറുപടി പറഞ്ഞു, നീ അല്ലാഹുവിനെ ആരാധിക്കുമ്പോ, ഇബാദത്ത് ചെയ്യുമ്പോ, നിസ്കരിക്കുകയാണെങ്കിൽ, ഖുർആൻ ഓതുകയാണെങ്കിൽ, എന്ത് ഇബാദത്ത് ചെയ്യുകയാണെങ്കിലും നീ അല്ലാഹുവിനെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ ഇബാദത്ത് ചെയ്യാം. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹ് നിന്നെ കാണുന്നുണ്ട്. അപ്പൊ അല്ലാഹ് നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ നീ ആ അല്ലാഹുവിനെ തിരിച്ചു കാണുന്നു എന്ന ബോധത്തോടുകൂടെ നീ ഇബാദത്ത് ചെയ്യും. എന്ത് ഇബാദത്ത്? അപ്പോഴാണ് അല്ലാഹ് എന്നെ കുറിച്ച് നല്ലത് പറയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചു, എപ്പോഴാണ് അന്ത്യനാൾ? ഈ ലോകം അന്ത്യം കുറിക്കപ്പെടുക എപ്പോഴാണ്? എന്താണ് അന്ത്യനാളിന്റെ ഡേറ്റ് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി മറുപടി പറഞ്ഞു, ഈ കാര്യത്തെ കുറിച്ച് ചോദിച്ച ആൾക്ക് ചോദിക്കപ്പെട്ട ആൾക്ക് ചോദിച്ച ആളേക്കാൾ അറിവില്ല.
ഈ വിഷയത്തിൽ ചോദിച്ച ചോദ്യകർത്താവാകുന്ന നിങ്ങൾക്കും ചോദിക്കപ്പെട്ട ഒരേ വിവരമുള്ളൂ. എന്നാണ് അന്ത്യനാൾ എന്ന് പറയാൻ എനിക്കും കഴിയില്ല. അപ്പൊ അയാൾ അവരോട് ചോദിച്ചു, എന്നാൽ അന്ത്യനാളിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒരു അടിമ സ്ത്രീ അവളുടെ ഉടമയെ പ്രസവിക്കലാകുന്നു. അടിമ സ്ത്രീ ഉടമയെ പ്രസവിക്കാം. അതായത് ഒരു സ്ത്രീ പ്രസവിച്ചാൽ ആ പ്രസവിച്ച കുഞ്ഞ് ആ പ്രസവിച്ച ഉമ്മമാന്റെ ഉടമയാവുക. മക്കളും ഉമ്മമാരെ ഭരിക്കുന്ന കാലം വരെയാണ് ചൊൽപ്പടിപ്പെടുത്താം. മക്കളും ഉമ്മാനെ ചൊൽപ്പടിപ്പെടുത്താം. ഉമ്മാനെ കൊണ്ട് എന്നിട്ട് അതിനെ വിശദീകരിച്ച് പറയുന്നത്, ഒരു അടിമയെ കൊണ്ട് പണിയെടുപ്പിക്കും പോലെ മക്കളും ഉമ്മാനെ കൊണ്ട് പണിയെടുപ്പിക്കുക, വസ്ത്രാലങ്കരിക്കുക, ഭക്ഷണം ചാക്കിപ്പിക്കുക, ഇങ്ങനെ ഹിദ്മത്ത് ചെയ്യിപ്പിക്കുക, മക്കളെ നോക്കാൻ വേണ്ടി കൊണ്ടുപോവുക. ഇങ്ങനെ ഉമ്മാനെ കൊണ്ട് ഒരു അടിമയെ പണിയെടുപ്പിക്കും പോലെ പണിയെടുപ്പിക്കുക. ഇത് അന്ത്യനാളിന്റെ ലക്ഷണമാണ്. കാലിൽ ചെരുപ്പ് ധരിക്കാൻ കഴിയാത്തവരെ നിങ്ങൾ കാണലാണ്. അതായത് ചെരുപ്പ് വാങ്ങാൻ പൊട്ടിപ്പൊളിഞ്ഞ ചെരുപ്പാണ്, പുതിയൊരു ചെരുപ്പ് വാങ്ങാൻ കഴിയില്ല. അത്രയും പ്രയാസങ്ങൾ ജീവിക്കുന്നതാണ്. വസ്ത്രം കീറിപ്പൊളിഞ്ഞ വസ്ത്രമാണ്, നല്ലൊരു വസ്ത്രം എടുക്കാൻ അയാൾക്ക് കഴിവില്ല. അല്ല പരമദരിദ്രനാണ്, അയൽവാസികളെ സഹായിച്ചിട്ട് വേണം വീട്ടിലൊന്ന് തീപ്പുകയാണെങ്കിൽ. അത്രയും ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനത്തെ ആളെ എത്രത്തോളം ആ ആള് പിന്നെ ആടുകളെ മേയ്ക്കുന്ന പണിയായി. ആടുകളെ കാട്ടിലും വനപ്രദേശങ്ങളിൽ കൊണ്ടുപോയി ആടുകളെ മേയ്ക്കും. ആ ആടുകളെ മേച്ചാൽ എന്തെങ്കിലുമൊക്കെ ആടിന്റെ ഉടമസ്ഥന്മാർ എന്തെങ്കിലുമൊക്കെ തുട്ടുകൾ നൽകും. ആ തുട്ടോട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ആളുകൾ. ആ ആളുകൾ പെട്ടെന്ന് വലിയ വലിയ ബിൽഡിങ്ങുകൾ, മാളുകൾ, വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ മത്സരിക്കുന്നത്. ഇന്നലത്തെ പാവപ്പെട്ടവൻ ഇന്നത്തെ മുതലാളിയാവുക, ഇത് അന്ത്യനാളിന്റെ ലക്ഷണമാണ് എന്ന് പറഞ്ഞു. ആ മനുഷ്യർ വർദ്ധങ്ങൾ പറയണം. ഇത്രയും 4-5 ചോദ്യം ഉത്തരം കഴിഞ്ഞപ്പോ ആ വന്ന ആളുകൾ എഴുന്നേറ്റ് പോയി. ആ വന്ന ആൾ ഇത്രയും കഴിഞ്ഞപ്പോ അവിടെ എഴുന്നേറ്റ് പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നബിതങ്ങൾ വിളിച്ചു, എന്ന് വിളിച്ചു എന്നെ. ഞാൻ ചെന്നപ്പോ എന്നോട് ചോദിച്ചു, ആരായിരുന്നു ആ വന്നത്? ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് നിങ്ങൾക്ക് അറിഞ്ഞോ, ഞങ്ങൾ മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ വർദ്ധങ്ങൾ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, എനിക്കറിയാം, ഞങ്ങൾക്ക് ആർക്കും അറിയാം. ഞങ്ങളൊക്കെ അതിന്റെ വിസ്മയത്തിലിരിക്കുകയാണ്, ആരാണ് എന്താണ് എന്നറിയാതെ. അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും അറിയും എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അത് ജിബ്രീൽ അലൈഹിസ്സലാമായിരുന്നു. ജിബ്രീൽ എന്ന മലക്കാണ്. അല്ലാതെ എന്നോട് ചോദ്യം ചെയ്യാനും ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ശരി എന്ന് പറയാനും എന്നെക്കായി വലിയൊരാണ് ജിബ്രീൽ, അല്ലാതെ വേറെ ആരാണത്? അത് ജിബ്രീലായിരുന്നു. ഒരു മനുഷ്യന്റെ രൂപത്തിൽ നിന്ന് വന്നതാണ്. നിങ്ങളൊക്കെ നേരിട്ട് കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് നിങ്ങളുടെ ഇടയിൽ നിന്ന് വന്നതാണ്. ആ താക്കും നിങ്ങളിരിക്കുന്നതിനിടയിലേക്ക് അദ്ദേഹം വന്നത് നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. മൂപ്പർക്ക് പഠിക്കാനല്ല. മൂപ്പര് വന്ന് ചോദിക്കും, ഞാൻ പറയും, അപ്പൊ നിങ്ങളൊക്കെ കേൾക്കും, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അതിനെന്തിന് നിങ്ങളൊക്കെ കാട്ടുന്നത്? അതും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇരിക്കുന്നതിന്റെ ഇടയിലേക്ക് ഒരു ഗുരുനാഥന്റെ മുന്നിൽ ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് ഇരിക്കേണ്ടത്, എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, എങ്ങനെയാണ് ആ ഗുരുനാഥനോട് ശ്രദ്ധ കൊടുക്കേണ്ടത്, ഇതൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടു പഠിക്കാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് അദ്ദേഹം ഇതൊക്കെ ചെയ്തു കാണിച്ചു തന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോ ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ആകത്തുക. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ആകത്തുക. നമ്മളൊരു മുസ്ലിമാകണം, ഇസ്ലാം കാര്യം 5 ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു മുഅ്മിനാകണം, ഈമാൻകായ 6 നമ്മൾ ഉൾക്കൊള്ളണം. നമ്മളൊരു മുഹ്സിനാകണം, നമ്മൾ അല്ലാഹു നമുക്ക് സർട്ടിഫിക്കറ്റ് തന്ന നല്ലൊരു പറയുന്ന ആളാവണം. ഇനി ഇഹ്സാൻ ഉണ്ടാവണം. പിന്നെ അന്ത്യനാളിന്റെ ലക്ഷണങ്ങളൊന്നും എന്റെ തലമുറയിൽ ഉണ്ടാകരുത് എന്ന് നമുക്കൊരു താല്പര്യം ഉണ്ടാവണം. അത് ആ ലക്ഷണങ്ങളൊന്നും ഉള്ള ആൾ, ഞാനോ എന്റെ കുടുംബമോ അതുണ്ടാക്കിയ ആളാകരുത്.
ഈ ഹദീസാണ്, ഈ സംഭവമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നിയന്ത്രിക്കേണ്ടത്. അവന്റെ റോൾ മോഡൽ ഈ ഹദീസായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഈ ഹദീസിന്റെ ബർക്കത്ത് കൊണ്ട്, ഞങ്ങൾ ഇന്ന് പറഞ്ഞ ഈ പഠിച്ച ഹദീസിന്റെ ബർക്കത്ത് കൊണ്ട് ഇന്നത്തെ പുലരി ഞങ്ങൾക്ക് സന്തോഷത്തിന്റെ പുലരിയാക്കണേ റബ്ബേ. ഈ ദിവസം ഞങ്ങൾക്ക് ഖൈറിന്റെ ദിവസമാക്കണേ റബ്ബേ. ഇന്നൊരു ശത്രു, ഒരു പ്രയാസം, ഒരു വിഷമം, ഒരു ദുഃഖം ഞങ്ങൾക്ക് ഉണ്ടാവരുത് റബ്ബേ. ഒരു അപകടം, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് റബ്ബേ. പഠിച്ചവരെ ഇന്നത്തെ ഓരോ സെക്കൻഡും നിന്റെ ഗുരുത്വത്തിനായി വിനിയോഗിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഇതിന്റെയൊക്കെ ഹഖ് കൊണ്ട്, മുത്തുനബിയുടെ ഹദീസ് ഓരോ ദിവസവും ഞങ്ങൾ കേൾക്കുന്നതിന്റെ പറയുന്നതിന്റെ ഹഖ് കൊണ്ട് ഞങ്ങൾക്ക് ആ ഹബീബിനെ ഒന്ന് സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. അവിടുത്തെ റൗദയിലേക്ക് ഞങ്ങളെ എത്തിക്കണേ റബ്ബേ. അവിടുത്തെ സാന്നിധ്യത്തിലായി മരണം നൽകണേ റഹ്മാനെ. അവിടുത്തെ ജിവാറിലായി ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ ഇടം നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. ആമീൻ ബിറഹ്മതിക